നമസ്കാരം, എല്ലാവർക്കും പച്ചവെള്ളം പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് റിവർ വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ എന്താണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉള്ളെടുത്ത കുറച്ച് സിവിലൈസേഷനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം അല്ലേ. ശരി, അപ്പൊ അതിലാ ബ്രോൺസ് ഏജ് കാലഘട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ബ്രോൺസ് ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ലല്ലോ അല്ലെ. ഏത് കാലഘട്ടത്തിലാണ് മാൻ എപ്പോഴാണോ ടിന്ന് കണ്ടുപിടിക്കുകയും അതിനോടൊപ്പം കോപ്പർ മിക്സ് ചെയ്ത് എന്തുണ്ടാക്കാൻ തുടങ്ങി, ഒരു അലോയി ആയ ബ്രോൺസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ എന്താണ്, മാൻ എന്ത് ചെയ്തു, ടിൻ കണ്ടുപിടിക്കുകയും അതിനോടൊപ്പം കോപ്പർ മിക്സ് ചെയ്ത് ബ്രോൺസ്, ആദ്യകാലത്തിൽ കോപ്പറാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അങ്ങനെ കോപ്പറും ടിന്നും ഉപയോഗിച്ച് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ബ്രോൺസ് ഉണ്ടാക്കി അതൊരു അലോയി ഉണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ കോപ്പറിനെക്കാളും കുറച്ചുകൂടെ ഹാർഡർ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ബ്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യൻ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി, ബ്രോൺസ് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടത്തെയാണ് ലോകത്ത് എമ്പാടും ബ്രോൺസ് ഏജ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉടലെടുത്ത് വന്ന കുറച്ചധികം സിവിലൈസേഷൻസ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. The invention of art of writing was another striking feature of the Bronze Age. അതായത് ബ്രോൺസ് ഏജ് കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന എഴുതുന്നൊരു ആർട്ടില്ലേ, അതായത് പല കാര്യങ്ങളും എഴുതാൻ ആരംഭിക്കുക അല്ലെങ്കിൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ആർട്ട് ആരംഭിച്ചൊരു കാലഘട്ടം ഏത് കാലഘട്ടമാണ്, ബ്രോൺസ് ഏജ് ആണ്. ശരി, ഇനി പ്രധാനപ്പെട്ട സിറ്റീസ്, ഏൻഷ്യൻ സിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത് എവിടെയായിരുന്നു, റിവർ വാലീസിലായിരുന്നു. ഓക്കെ, റിവർ അതായത് നമുക്കറിയാലോ നദിയോട് ചേർന്ന താഴ്വര പ്രദേശങ്ങളിലായിരുന്നു പഴയ സിറ്റികൾ ഉണ്ടായി വന്നത്. കാരണം റിവർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ യൂസ് ആണ് മനുഷ്യനുണ്ടായിരുന്നത്. അപ്പൊ റിവറിനോട് ചേർന്ന് എന്തുണ്ടായി, ചെറിയ ചെറിയ സിറ്റീസ്, ഏൻഷ്യൻ സിറ്റീസ് ഉണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ അവിടെ എന്തുണ്ടായി വന്നു, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഉണ്ടായി വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ദ മേജർ കണ്ടംപററി സിവിലൈസേഷൻ ഡ്യൂറിംഗ് ദ ബ്രോൺസ് ഏജ് വേർ ഏതൊക്കെയാണ്, ഒന്ന് മെസപ്പട്ടോമിയൻ. നമ്മൾ എന്ത് പഠിക്കുന്നു ഈ വീഡിയോയിൽ, ആദ്യകാല സിവിലൈസേഷനായ മെസപ്പട്ടോമിയെ പറ്റി പഠിക്കുന്നു, ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി പഠിക്കുന്നു, ചൈനീസ് സിവിലൈസേഷനെ പറ്റി പഠിക്കുന്നു, അതുപോലെ ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയും പഠിക്കുന്നു. ഈ 4 സിവിലൈസേഷനെ പറ്റിയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഗ്രീക്ക്, റോം എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെ ശേഷം പിന്നീട് ഉണ്ടായി വന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്ന ആരെ പറ്റിയാണ്, മെസപ്പട്ടോമിയൻ സിവിലൈസേഷൻ. ഏകദേശം 4000 BC മുതൽ 1500 BC വരെ മുൻപുണ്ടായതാണ്. ഇപ്പൊ ആലോചിക്കുക, ഇപ്പൊ 2026 ആയല്ലേ, അപ്പൊ 2000 വർഷം കഴിഞ്ഞു. പിന്നെ അതിന് ബാക്കിലോട്ട് എത്ര പോകുന്നു, 4000 വർഷം, അതായത് ഏകദേശം 6000 വർഷം ബാക്കിൽ ഉണ്ടായി വന്ന ഒരു സിവിലൈസേഷൻ ആണ് മെസപ്പട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെസപ്പട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ നദികൾക്കിടയിലായിരുന്നു, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രസ് എന്ന് പറയുന്ന 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ് ഇത് മെസപ്പട്ടോമിയ. നോക്കിയാൽ എന്താണ്, 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ് മെസപ്പട്ടോമിയ എന്ന് പറയുന്നത്, യൂഫ്രട്ടീസും ടൈഗ്രസും. അതുകൊണ്ട് തന്നെ മെസപ്പട്ടോമിയ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ത് തന്നെയാണ്, ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ്, നദികൾക്കിടയിലുള്ള പ്രദേശം. ഓക്കെ അല്ലെ, യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദിക്കും ടൈഗ്രിസ് എന്ന് പറയുന്ന നദിക്കും ഇടയിലുള്ള പ്രദേശമാണ് ഇത് മെസപ്പട്ടോമിയ. ദ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ് മെസപ്പട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ഇനി എന്താണ് ക്യൂണിഫോം സ്ക്രിപ്റ്റ്. മെസപ്പട്ടോമിയയിൽ എന്ത് വന്നു, ഒരു ലിപി ഉണ്ടായി വന്നു അല്ലെ. നമ്മൾ ഇന്നത്തെ പോലെ സ്ക്രിപ്റ്റ് എന്ത് ചെയ്തു ഉണ്ടായി വന്നു, നമുക്ക് ഇംഗ്ലീഷ് എന്നും മലയാളം എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഒരു ലിപി ഉണ്ടായി വന്നു. അതിനെ വിളിക്കുന്ന പേരെന്താണ്, ക്യൂണിഫോം. എന്ത് വിളിക്കുന്നു, ക്യൂണിഫോം എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. മെസപ്പട്ടോമിയയിൽ ഉണ്ടായി വന്ന സ്ക്രിപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ക്യൂണിഫോം എന്ന്. അങ്ങനെ 4 സിവിലൈസേഷൻ, ഡിഫറെന്റ് സിവിലൈസേഷൻ ആണ് മെസപ്പട്ടോമിയയിൽ ഉണ്ടായി വന്നത്. ഏതൊക്കെയാണ്, സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ ആൻഡ് കാൽഡിയൻ. 4 സിവിലൈസേഷൻസ് എവിടെ ഉണ്ടായി വന്നു, മെസപ്പട്ടോമിക്ക് അകത്ത് തന്നെ 4 വ്യത്യസ്തമായ സിവിലൈസേഷൻസ് എന്ത് ചെയ്തു ഉണ്ടായി വരികയും അതുപോലെ തന്നെ എന്ത് ചെയ്തു അസ്തമിച്ചു പോവുകയും ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ ആൻഡ് കാൽഡിയൻ ഇതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, മെസപ്പട്ടോമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട സിറ്റികൾ ഉണ്ടായിരുന്നു അവിടെ. ലഗാഷ് എന്നൊക്കെ പറയുന്നത് മെസപ്പട്ടോമിയയിലെ പ്രധാനപ്പെട്ട ഏൻഷ്യൻ സിറ്റീസ് ആണ് കേട്ടോ. അപ്പൊ ചോദിക്കാം, എന്താണ് ഉറുക്കും അല്ലെങ്കിൽ ലഗാഷ് എന്നൊക്കെ പറയുന്നത് ഏത് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് മെസപ്പട്ടോമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ പിക്ചറിൽ കാണുന്ന സംഭവം കണ്ടോ, എന്താണ് അതിനെ വിളിക്കുന്ന പേരാണ് സിഗുറാത്ത് എന്ന് പറയും കേട്ടോ. എന്താണ്
സിഗ്രാത്ത്. അതായത് സിഗ്രാത്ത് എന്ന് വെച്ചാൽ ടെമ്പിൾസ് ആണ്, വേറൊന്നുമില്ല, എന്താണ്, അമ്പലങ്ങളാണ്. ടെമ്പിൾസിനെയാണ് സിഗ്രാത്തുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെ അവശേഷിക്കുന്ന എന്താണ് ഓർമ്മകളാണ് ഈ സിഗ്രാത്തുകൾ എന്ന് പറയുന്നത്. ഇനി മെസപ്പൊട്ടോമിയക്കാർ എന്തുണ്ടാക്കി? ഒരു കലണ്ടർ ഉണ്ടാക്കി. എന്തിനെ ബേസ് ചെയ്താണ്? മൂണിനെയാണ് കേട്ടോ, ചന്ദ്രനെ ബേസ് ചെയ്തിട്ട് അവരൊരു കലണ്ടർ ഉണ്ടാക്കി. ആ കലണ്ടറിൽ ഒരു വർഷത്തെ 12 മാസങ്ങളാക്കിയിട്ടും ഒരു മാസത്തെ 4 ആഴ്ചകളാക്കിയിട്ടും ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ടും എന്ത് ചെയ്തിരുന്നു? ഡിവൈഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെക്കാലം 6000 വർഷം ബാക്കിലാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉടലെടുത്തത്. അവരെന്ത് ചെയ്തിരുന്നു? ഒരു കലണ്ടർ കണ്ടുപിടിച്ചു. ഇത്രയും ടെക്നോളജി ഒന്നും വന്നില്ല. അന്ന് ഒരു വർഷത്തെ 12 മാസങ്ങളാക്കിയിട്ടും ഒരു മാസത്തെ 4 ആഴ്ചകളാക്കിയിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്തിരുന്നു? ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ടും ഡിവൈഡ് ചെയ്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ അവർക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സ്ക്വയർ റൂട്ടൊക്കെ അറിയാമായിരുന്നു. ഓക്കെ, അവർക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സ്ക്വയർ റൂട്ടൊക്കെ എന്ത് ചെയ്യാൻ അറിയാമായിരുന്നു. ശരി, മെസപ്പൊട്ടോമിയെ ചന്ദ്രകലാതടം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. എന്തെന്നറിയപ്പെടുന്നു? ലാൻഡ് ഓഫ് ഫെർട്ടൈൽ ക്രിസന്റ്. ലാൻഡ് ഓഫ് ഫെർട്ടൈൽ ക്രിസന്റ് അഥവാ ചന്ദ്രകലാതടം എന്ന് ആരെ അറിയപ്പെടുന്നു? മെസപ്പൊട്ടോമിയ അറിയപ്പെടുന്നു. അപ്പൊ ചോദിക്കാം, ചന്ദ്രകലാതടം എന്നറിയപ്പെടുന്നത് ഇവിടെ എന്തിനെയാണെന്ന് ചോദിച്ചാൽ എന്തിനെയാണ്? മെസപ്പൊട്ടോമിയയാണ് ദ ലാൻഡ് ഓഫ് ഫെർട്ടൈൽ ക്രിസന്റ് എന്ന് അറിയപ്പെടുന്നത്. മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരം ഏതാണ്? അത് സുമേറിയൻ സംസ്കാരമാണ്. നമ്മൾ പറഞ്ഞില്ലേ, സുമേറിയ, ബാബിലോണിയ എന്നൊക്കെ പറഞ്ഞതിൽ ആദ്യത്തേത് ഏതാണ്? അത് നമ്മുടെ സുമേറിയൻ സംസ്കാരമാണ് മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരം. മെസപ്പൊട്ടോമിയയിലെ ആദ്യ സംസ്കാരം ഏതാണ്? സുമേറിയൻ സംസ്കാരമാണ് കേട്ടോ. പെട്ടെന്ന് പഠിച്ചു പോവുക. അപ്പൊ എന്തൊക്കെ ചോദിക്കാം ഇതിനകത്ത് നിന്ന്? ഈ പറയുന്ന ചന്ദ്രനെ ബേസ് ചെയ്ത് കലണ്ടർ ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ എന്താണ് ക്യൂണിഫോം ലിപി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മെസപ്പൊട്ടോമിയ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയ? ഏതൊക്കെ സംസ്കാരങ്ങളാണ് അവിടെ ഉടലെടുത്ത് വന്നത്? അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതാണ്? ഇതൊക്കെ എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. സിഗ്രാത്തുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രീവിയസ് ആണ്, മെസപ്പൊട്ടോമിയയാണ്. ശരി, സുമേറിയൻ എന്ന വാക്കിന് അർത്ഥം എന്താണ്? വേറൊന്നുമില്ല, കറുത്ത തലയുള്ളവൻ എന്നാണ് കേട്ടോ. എന്താണ്? കറുത്ത തലയുള്ളവൻ എന്നാണ് സുമേറിയൻ എന്ന വാക്കിന്റെ അർത്ഥം. കറുത്ത തലയുള്ളവൻ. സുമേറിയക്കാരുടെ പ്രധാന ദേവത ഏതാണ്? അത് നന്നാർ ദേവതയാണ് കേട്ടോ. നന്നാർ ദേവത എന്ന് വെച്ചാൽ സ്കൈ ഗോഡ് ആണ് കേട്ടോ. സ്കൈ ഗോഡ് ആണ് നന്നാർ ദേവത എന്ന് പറയുന്നത്. അപ്പൊ സുമേറിയൻ എന്ന വാക്കിന്റെ അർത്ഥം കറുത്ത തലയുള്ളവൻ എന്നാണ്. സുമേറിയക്കാരുടെ പ്രധാന ദേവത ആരാണ്? സ്കൈ ഗോഡ് അഥവാ നന്നാർ ദേവതയാണ്. ഇനി നന്നാറിന്റെ ക്ഷേത്രമായ സിഗ്രാത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ചോദിക്കാം. എവിടെയാണ്? ഉർ നഗരത്തിലാണ് കേട്ടോ നന്നാറിന്റെ ക്ഷേത്രമായ. ഓക്കെ, അപ്പൊ സ്കൈ ഗോഡ് ആണ് നന്നാർ ദേവതയാണ് നമ്മൾ പഠിച്ചു. സുമേറിയക്കാരുടെ പ്രധാന ദേവതയാണ് നന്നാർ ദേവത, സ്കൈ ഗോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നന്നാർ ദേവത ക്ഷേത്രം ഉണ്ടല്ലോ, നന്നാറിന്റെ ക്ഷേത്രമായ സിഗ്രാത്ത്. അപ്പൊ നമുക്ക് ചോദിക്കാം, ആരുടെ ക്ഷേത്രമാണ് സിഗ്രാത്ത്? അതിൽ ഈ പറയുന്ന സിഗ്രാത്ത് ആരുടെയാണ്? നന്നാറിന്റെ ക്ഷേത്രമാണ് സിഗ്രാത്ത് എന്ന് പറയുന്നത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഉർ നഗരത്തിലാണ്. ഉർക്ക് ലഗാഷ് എന്നൊക്കെ പഠിച്ചില്ലേ? അതിൽ ഉർ നഗരത്തിലാണ് നന്നാറിന്റെ ക്ഷേത്രമായ സിഗ്രാത്ത് സ്ഥിതി ചെയ്യുന്നത്. പ്രാചീന ലോകത്ത് അത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന ആടുന്ന പൂന്തോട്ടം. അതായത് എന്താണ്? പ്രാചീന ലോകത്ത് നിന്നാണ് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്നത്തെ മോഡേൺ വേൾഡിൽ നമുക്കറിയാലോ എന്താണ് വണ്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. 7 വണ്ടേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്താണ്? മഹാത്ഭുതങ്ങൾ ഉണ്ടെന്ന് അറിയാം, താജ്മഹൽ പോലെയുള്ള. ഇതേപോലെ പണ്ട് കാലത്ത് എന്തുണ്ടായിരുന്നു? മഹാത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണമായിരുന്നു ആടുന്ന പൂന്തോട്ടം. ഇന്ന് അതൊന്നും ഇല്ല. അതിലൊന്നാണ് ഇതെന്ന് പറയുന്നത് ആടുന്ന പൂന്തോട്ടം. അതാരാണ് പണികഴിപ്പിച്ചത്? നെബൂക്കത് നെസർ എന്ന് പറയുന്ന ആളാണ് അത് പണികഴിപ്പിച്ചത്. നെബൂക്കത് നെസർ സെക്കൻഡ് എന്ന് പറയുന്ന ആളാണ് ഏത് പണികഴിപ്പിച്ചത്? ആടുന്ന പൂന്തോട്ടം പണികഴിപ്പിച്ചത് കേട്ടോ. അയാളുടെ പേരൊന്നും അറിഞ്ഞിരിക്കുക. അദ്ദേഹം എന്ത് ചെയ്തു? ആടുന്ന പൂന്തോട്ടം കണ്ടുപിടിച്ചു. ഏൻഷ്യൻ കാലഘട്ടത്തിലെ എന്താണ്? ഒരു മഹാത്ഭുതമായിരുന്നു ഇത്. സുമേറിയൻ ജനത വികസിപ്പിച്ചെടുത്ത സവിശേഷമായ ലിഖിത രീതിയാണ് ഇത്. ക്യൂണിഫോം നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ക്യൂണിഫോം എന്ന് പറയുന്നത് എന്താണ്? സുമേറിയൻ ജനത വികസിപ്പിച്ചെടുത്ത സവിശേഷമായ ഒരു ലിഖിത രീതിയാണ്. അടുത്ത ഏത് കഴിഞ്ഞു? മെസപ്പൊട്ടോമിയ കഴിഞ്ഞു. അത്യാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള 7-8 ചോദ്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞുപോയി. ഇനി ഏതിനെ പറ്റി പഠിക്കുകയാണ്? ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ ഏത് നദി നമ്മൾ പറഞ്ഞല്ലോ, അവിടെ ടൈഗ്രസും യൂഫ്രട്ടീസും ആണെങ്കിൽ ഈജിപ്റ്റ് ഈ നദീ തീരത്താണ്. നൈൽ നദീതടത്തിലാണ് ആരുണ്ടായത്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉടലെടുത്തത്. ഈജിപ്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്ന് വിളിക്കാം അല്ലെ? ഈജിപ്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗിഫ്റ്റ് ഓഫ് ദ നൈൽ എന്ന് വിളിക്കാം. അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നിരിക്കാം? ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ആൾക്കാരുടെ പ്രധാന ജോലി എന്താണ്? ഒന്ന് അഗ്രികൾച്ചർ ആണ്. ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ടത്? അഗ്രികൾച്ചർ ആയിരുന്നു.
അതുപോലെ തന്നെ അവർ എന്താണ് വീവിംഗ് ഉണ്ടായിരുന്നു, നെയ്ത്ത് ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ് സ്ഫടിക പാത്ര നിർമ്മാണം, ഗ്ലാസ് വെയറൊക്കെ എന്ത് ചെയ്തിരുന്നു, ഉണ്ടാക്കിയിരുന്നു. ഇനി ഈജിപ്തുകാർക്കും ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. അവിടെ മൂൺ ബേസ് ചെയ്താണെങ്കിൽ ഇവിടെ ആരെ ബേസ് ചെയ്താണ്, സണ്ണിനെ ബേസ് ചെയ്ത്, സൂര്യനെ ബേസ് ചെയ്ത് ഒരു സോളാർ കലണ്ടർ ഉണ്ടായിരുന്നു. അതിന് 365 ദിവസം, ഇന്നത്തെ പോലെ എത്രയാണ്, 365 ദിവസം, 12 മാസങ്ങൾ, അതിലെന്താണ് 30 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി വരുന്ന 5 ദിവസം എന്ത് ചെയ്തു, സെലിബ്രേഷന് വേണ്ടി മാറ്റിവെച്ചു. അതായത് 365 ദിവസം ഉണ്ടായിരുന്നു, 12 മാസങ്ങൾ, 30 ദിവസം വരുന്ന 12 മാസങ്ങൾ, ബാക്കി 5 ദിവസം എന്തിനു മാറ്റിവെച്ചു, സെലിബ്രേഷൻസിന് വേണ്ടി മാറ്റിവെച്ചു. ഇവർക്ക് ഒരു സൺ ഡയൽ ഉണ്ടായിരുന്നു, സൂര്യനെ ബേസ് ചെയ്തുള്ള എന്താണ് ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എന്താണ് സൂര്യഘടികാരം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ സൂര്യഘടികാരം ഉണ്ടായിരുന്നു. അതുപോലെ എന്താണ് ജലഘടികാരം, വാട്ടർ കറണ്ട്, ജലത്തിന്റെ മൂവ്മെന്റ് ബേസ് ചെയ്ത് എന്തുകൊണ്ടായിരുന്നു, വാട്ടർ ക്ലോക്കും ഇവർക്കുണ്ടായിരുന്നു. ജലഘടികാരവും ഉണ്ടായിരുന്നു, സൂര്യഘടികാരവും ഉണ്ടായിരുന്നു. ഇനി അവിടേക്ക് യൂണിഫോം ആണെങ്കിൽ ഇവിടെയും ഒരു ലിപി ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താണ്, ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. കേട്ടോ, എന്ത് വിളിക്കുന്നു, ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് എന്നാണ് ഈജിപ്ഷ്യൻ ആൾക്കാരുടെ സ്ക്രിപ്റ്റിനെ വിളിക്കുന്നത്, ഹൈറോഗ്ലിഫിക്. അവിടെ യൂണിഫോം, ഇവിടെ എന്താണ്, ഹൈറോഗ്ലിഫിക് ആണ്. അതുപോലെ തന്നെ എന്താണ്, വേൾഡ് ഫേമസ് പിരമിഡുകൾ കാണപ്പെട്ടിരുന്നത് എവിടെയാണ്, ഈജിപ്തിലായിരുന്നു. ബേസിക്കലി പറഞ്ഞാൽ എന്താണ് പിരമിഡ് എന്ന് പറയുന്നത്, അതായത് അവിടുത്തെ രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ അവരെന്താണ് പ്രിസർവ് ചെയ്തിരുന്നു, സംരക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അതിനെ വിളിച്ചിരുന്നത് മമ്മി എന്നാണ്. ഈ മമ്മികൾ സൂക്ഷിച്ചിരുന്നത്, അതായത് രാജാക്കന്മാരുടെ എന്താണ് ടോംബ്, ശവകുടീരങ്ങൾ സൂക്ഷിച്ചിരുന്നത് എവിടെയാണ്, പിരമിഡിലാണ്. അപ്പൊ അത് സ്റ്റോർ ചെയ്തിരുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് പിരമിഡ് എന്ന് പറയുന്നത്, അല്ലെ. മമ്മികൾ സ്റ്റോർ ചെയ്തിരുന്നതാണ് എന്തെന്ന് പറയുന്നത്, പിരമിഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ടോംബ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പിരമിഡ്സിനെ വിശേഷിപ്പിക്കാം. ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നതിൽ ആർക്ക് പങ്കുണ്ട്, നദീതടത്തിന് വളരെ വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. എന്താണ് നൈൽ നദീതടം. ഓക്കെ, എവിടെയാണ് ഈജിപ്ഷ്യൻ സംസ്കാരം വളർന്നു വന്നത്, എവിടെയാണ്, നൈൽ നദീതടത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, നൈലാണ്. ഓക്കെ, നൈൽ നദീതടത്തിൽ എന്തുണ്ട്, ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ശരി, ഇനി നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നതാണ് ഈജിപ്റ്റ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആരാണ് ഈജിപ്തിനെ നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിച്ചത്, അത് ഹെറോഡോട്ടസ് ആണ്. ഹിസ്റ്ററിയുടെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ് എന്ത് ചെയ്തത്, ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ്, അതായത് ഹിസ്റ്ററിയുടെ ഫാദറായ ഹെറോഡോട്ടസ് ആണ് ഈജിപ്തിനെ എങ്ങനെ വിളിച്ചത്, നൈലിന്റെ ദാനം എന്ന് വിളിച്ചത്. ഇനി ഫറോവ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫറോവ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, രാജാക്കന്മാരെയാണ് നമ്മൾ ഫറോവ എന്ന് വിളിക്കുന്നത്, അല്ലേ. അപ്പൊ ഫറോവ എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം എന്താണ്, മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ എന്നാണ് ഫറോവ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ അല്ലെ. അപ്പൊ ഫറോവ എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്, മഹാമന്ദിരത്തിൽ താമസിക്കുന്നവൻ. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണ്? ഹാത്ഷേപ്പ് സൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ. എവിടെയാണ്? ഈജിപ്തിലാണ്. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് ഹാത്ഷേപ്പ് സൂത്ത് ആണ്. അതൊരു ഈജിപ്ഷ്യൻ ഭരണാധികാരി ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇവർക്ക് ദശാംശ സമ്പ്രദായത്തിലുള്ള ഗുണന രീതി എന്ത് ചെയ്യാം, വികസിപ്പിച്ചെടുത്തത് ഇവരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദശാംശ സമ്പ്രദായത്തിലുള്ള ഗുണന രീതി വികസിപ്പിച്ചത് ആരാണ്? ഈജിപ്തുകാരാണ്. ഓക്കെ അല്ലെ, ഈജിപ്തുകാരാണ് ദശാംശ സമ്പ്രദായത്തിലുള്ള ഗുണന രീതി വികസിപ്പിച്ചെടുത്തത്. ഇനി സൂര്യദേവനായ റാ എന്ന് പറയുന്ന സൂര്യദേവ, അവരുടെ സൂര്യദേവനാണ് റാ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ നന്നാറ് പഠിച്ചില്ലേ മെസൊപ്പൊട്ടോമിയയിൽ. അതുപോലെ സൂര്യദേവനായ റായ്ക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത്, അബൂ സിംബൽ ക്ഷേത്രം. സൂര്യദേവനായ റായ്ക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രത്തെ നമുക്ക് എന്ത് വിളിക്കാം? അബൂ സിംബൽ ക്ഷേത്രം എന്ന് വിളിക്കാം. ഉദയ സൂര്യന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഇത് തന്നെയാണ്, അബൂ സിംബൽ ക്ഷേത്രം. വേറൊന്നുമില്ല, സൂര്യദേവനായ റായ്ക്ക് വേണ്ടി ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് അബൂ സിംബൽ ക്ഷേത്രം. ഉദയ സൂര്യന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നതാണ് ഇത്. നമുക്കറിയാലോ, സൂര്യദേവൻ മീൻസ് ആരാണ്? സൂര്യനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഉദയ സൂര്യന്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? അബൂ സിംബൽ ക്ഷേത്രമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രധാന ശേഷിപ്പുകളാണ് ഇത് പിരമിഡുകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അങ്ങനെ ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരങ്ങളാണ് എന്തെന്ന് പറയുന്നത്, പിരമിഡുകൾ. അതായത് മമ്മികൾ സ്റ്റോർ ചെയ്തിരുന്ന സ്ഥലമാണ് ഇത്. ഒരു ടോംബ് തന്നെയാണ് എന്ത്, പിരമിഡുകൾ എന്ന് പറയുന്നത് അല്ലെ. അത് ഓൾറെഡി പറഞ്ഞു എന്താണ് മമ്മി എന്ന് പറഞ്ഞു നമ്മൾ. ഓക്കെ, ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയ്ക്ക് സമീപമുള്ള ഗിസയിലുള്ളതാണ് ഏറ്റവും വലിയ പിരമിഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് എന്ന് പറയുന്നത് എന്താണ്? കെയ്റോയ്ക്ക്, അതായത് ഈജിപ്തിന്റെ ക്യാപിറ്റലായ കെയ്റോയ്ക്ക് അടുത്തുള്ള ഗിസയിലെ പിരമിഡാണ്. ഗിസയിലെ പിരമിഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ്. അപ്പം ആരാണ് ആ പിരമിഡ് പണിതാലോചിക്കുക?
2650 BC 2650. അതായത് ഏകദേശം ഇന്നേക്ക് 5000 വർഷം ബാക്കിലാണ്. ഏകദേശമാണ് ഒരു 4500 വർഷം അടുപ്പിച്ചത്. അതായത് ഏകദേശം ഒരു അറൗണ്ട് പറഞ്ഞാൽ 5000 വർഷം ബാക്കിലാണ് എന്ത് പണിയെഴുപ്പിച്ചത്? ഗിസയിലെ പിരമിഡ്. ലോകാത്ഭുതങ്ങളിലൊന്നായ ഗിസയിലെ പിരമിഡ് പണിയെഴുപ്പിച്ചിട്ട് ഏകദേശം എത്ര വർഷമായി? 5000 വർഷത്തോളമായി എന്നുള്ളത് മനസ്സിലാക്കാം. അതായത് 4500 വർഷം പ്ലസ് ആയിട്ടുണ്ട്. ആരാണ്? കുഫു ആണ് കേട്ടോ. എന്താണ്? BC 2650 ഫറോവയായിരുന്നു. കുഫു ആണ് എന്ത് പണിതത്? ഗിസയിലെ പിരമിഡ് പണിതത്. ലോകത്തിലെ തന്നെ സപ്ത അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഗിസയിലെ പിരമിഡ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ത്? ഗിസയിലെ പിരമിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് കഴിഞ്ഞു? നമ്മുടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ കഴിഞ്ഞു. അതിനകത്തൊരു 10+ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ പഠിച്ചു പോയിട്ടുണ്ട്. അതൊന്നുകൂടെ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഇനി അടുത്തത് ചൈനീസ് സിവിലൈസേഷൻ ആണ്. ചൈനീസ് സിവിലൈസേഷൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഏത് നദീതീരത്താണ്? ഹൊവാൻഹോ എന്ന് പറയുന്ന നദീതീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഉടലെടുത്തത്. ഹൊവാൻഹോ എന്ന് പറയുന്ന ഒരു നദീതീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഉടലെടുത്തത്. അതുപോലെ തന്നെ എന്താണ്? പടങ്ങളാണ് കൂടുതൽ. അതായത് എന്താണ്? നമ്മൾ എഴുതുന്ന പോലെയല്ല, പിക്ടോഗ്രഫിക് സ്ക്രിപ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. കൂടുതലും ചിത്രങ്ങളാണ് അതിലുണ്ടായിരുന്നത് അല്ലെ. ചൈനീസ് സ്ക്രിപ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലേ? ഏകദേശം ഒരു പിക്ടോഗ്രഫിക് സ്ക്രിപ്റ്റ് ആണ് അവർക്ക് ഉള്ളത്. അത് പിന്നീട് എന്തായിട്ട് മാറി? ഒരു ഐഡിയോഗ്രഫിക് സ്ക്രിപ്റ്റ് ആയിട്ട് മാറുകയാണ് ഉണ്ടായത് കേട്ടോ. ഇവർക്ക് 365 ദിവസം വരുന്ന രീതിയിൽ എന്തുണ്ടായിരുന്നു? ഒരു കലണ്ടർ ഇവരും രൂപീകരിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇവർക്ക് എന്താണ്? സ്കൾപ്ചേഴ്സ് അല്ലെ. നമ്മളെ സ്കൾപ്ചേഴ്സ്, പ്രതിമകൾ ഉണ്ടാക്കുന്നതിൽ ഇവർക്ക് എന്തുണ്ടായിരുന്നു? അസാധ്യമായ കഴിവുകൾ ഉണ്ടായിരുന്നു. അതും ബ്രോൺസിലാണ് കേട്ടോ. അപ്പൊ ചൈനയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഗൺ പൗഡർ ഒക്കെ ചൈനയിൽ നിന്നാണ് വന്നതെന്ന് അറിയാലോ. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ കോമ്പസ്, വടക്ക് നോക്കി യന്ത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചൈനക്കാരുടെ സംഭാവനയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഏറ്റവും അവസാനമായി നമ്മൾ പഠിക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം. ഇത് നമ്മൾ വീണ്ടും പഠിക്കും. ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകും. ഇപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, 1921 എന്ത് നടക്കുന്നത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരു എക്സ്കവേഷൻ നടക്കുന്നത്. ഓക്കെ, എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട് ഒരു എക്സ്കവേഷൻ എന്ത് ചെയ്തു? 1921 നടന്നു. അത് സർ ജോൺ മാർഷൽ ആണ് നേതൃത്വം കൊടുത്തത്. സർ ജോൺ മാർഷൽ ആണ് 1921 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന ജോൺ മാർഷൽ എന്ത് ചെയ്തു? ഒരു എക്സ്കവേഷൻ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ എക്സ്കവേഷൻ റിവീൽ ചെയ്തു എന്താണ്? ഒരു സിവിലൈസേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇൻഡസ് നദീ തീരത്ത് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന എക്സ്കവേഷൻ വഴി നമുക്ക് എന്ത് ചെയ്തു? മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അതിനെ സിന്ധു നദീതട സംസ്കാരം അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് സിന്ധു നദി, നമുക്കറിയാലോ സിന്ധു നദിയും അതിന്റെ പോഷക നദികളുടെ ഒഴുകിയിരുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ ഉണ്ടായി വന്ന സംസ്കാരത്തെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പരിണാമത്തെ 3 ഘട്ടങ്ങളായാണ് ഹാരപ്പ തിരിച്ചിരിക്കുന്നത്. എത്രയായിട്ടാണ്? പൂർവ്വ ഹാരപ്പനുണ്ട്, പക്വ ഹാരപ്പനുണ്ട്, പിൻകാല ഹാരപ്പൻ. ഇങ്ങനെ 3ആയിട്ടാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടത്തെ തിരിച്ചിരിക്കുന്നത്. ഏകദേശം BC 3500 മുതൽ 2700 കാലഘട്ടമാണ് ഇത് പൂർവ്വ ഹാരപ്പൻ എന്ന് പറയുന്നത്. പക്വ ഹാരപ്പൻ ആണെങ്കിൽ എന്താണ്? 2600 മുതൽ 1900 വരെയുള്ള ഒരു കാലഘട്ടമാണ് പക്വ ഹാരപ്പൻ. പിൻകാല ഹാരപ്പൻ എന്ന് പറയുന്നത് 1700 മുതൽ 1500 വരെയുള്ള ഒരു കാലഘട്ടമാണ് പിൻകാല ഹാരപ്പൻ എന്ന് പറയുന്നത്. പൂർവ്വ ഹാരപ്പൻ, പക്വ ഹാരപ്പൻ, പിൽക്കാല ഹാരപ്പൻ. ഇങ്ങനെ 3ആയിട്ടാണ് ഹാരപ്പൻ സിവിലൈസേഷനെ ഡിവൈഡ് ചെയ്തിരുന്നത്. ശരി, നമ്മൾ പറഞ്ഞു ആദ്യത്തെ എക്സ്കവേഷൻ ഹാരപ്പയിലായതുകൊണ്ടാണ്. ഇന്നത്തെ പാകിസ്ഥാനിലെ ഹാരപ്പയിലാണ്. അതായത് പ്രസന്റ് ഇന്ന് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലല്ല, അതെവിടെയാണ്? പാകിസ്ഥാനിലാണ്. ഇന്നത്തെ പാകിസ്ഥാനിലെ ഹാരപ്പയിലാണ് ആദ്യമായിട്ട് എക്സ്കവേഷൻ നടന്നത്, ഉത്ഖനനം നടന്നത്. അതുകൊണ്ട് ഇതിനെന്തും വിളിക്കുന്നു? ഹാരപ്പൻ സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കുന്നു. ആരാണ് ഇതിന് ലീഡർഷിപ്പ് കൊടുത്തത്? ദയറാം സായിനിയാണ്. ദയറാം സായിനിയാണ് ഹാരപ്പയിൽ എക്സ്കവേഷൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കാം നമുക്കിതിനെ? ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കാം. ഇനി മോഹൻജദാരോയില്, അതും പാകിസ്ഥാനിൽ തന്നെയാണ്. രണ്ടാമതായിട്ട് നടക്കുകയാണ് മോഹൻജദാരോയില്. അതും ഇവിടെ തന്നെയാണ്, പാകിസ്ഥാനിൽ തന്നെയാണ്. പക്ഷെ അത് RD ബാനർജി ആണ്. ആരാണ്? RD ബാനർജി ആണ്. അവിടെ ആരാണ്? ദയറാം സാഹിനി ആണെങ്കിൽ ഇവിടെ ആരാണ്? RD ബാനർജി ആണ് എക്സ്കവേഷൻ നടത്തിയത്. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അങ്ങറ്റം ഇങ്ങറ്റം സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ എവിടെയാണ്? വെസ്റ്റേൺ പാർട്ട് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ വെസ്റ്റേൺ പാർട്ട് മുതൽ ഏതുവരെയാണ്? നമ്മുടെ UP ഉത്തർപ്രദേശിലെ
അലംഗീർപൂർ വരെയും അതുപോലെ തന്നെ എന്താണ് കാശ്മീർ മുതൽ നർമ്മദ വേലി വരെയും സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഒരു വലിയ മേഖലയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതായത് പാകിസ്ഥാന്റെ വെസ്റ്റേൺ പാർട്ട് മുതൽ UP വരെയും കാശ്മീർ മുതൽ നർമ്മദ തീരം വരെയും എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. ഓക്കെ, ബേസിക്കലി പറഞ്ഞ 2700 മുതൽ 1700 വരെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ 3 കാലഘട്ടമായിട്ട് തിരിച്ചത് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ നമ്മൾ തിരിച്ചിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 3 സ്പ്ലിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. ഇതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ആദ്യമായി നമ്മൾ പറഞ്ഞല്ലോ, ഹാരപ്പൻ പ്രദേശം സന്ദർശിച്ച് തകർന്ന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയുണ്ട്. അതായത് ആദ്യമായിട്ട് ഹാരപ്പയിലെത്തി അവിടെ പണ്ടൊരു നഗരം ഉണ്ടായിരുന്നു എന്നും അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെന്നും കണ്ടെത്തിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ആര്? ചാൾസ് മേസൺ. 1862 ആദ്യമായിട്ട് ജോൺ മാർഷലിന്റെ ലീഡർഷിപ്പിൽ എക്സ്കവേഷൻ നടക്കുന്ന എപ്പോഴാണ്? 1921 അതിനൊക്കെ മുമ്പ് തന്നെ എന്ത് ചെയ്തു? ഹാരപ്പ സന്ദർശിച്ച് അവിടെ തകർന്ന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ചാൾസ് മേസൺ. ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? ഹാരപ്പ ഓൾറെഡി പഠിച്ചു അല്ലേ? ശരി, രണ്ടാമതായി ഏതാണ്? മോഹൻജദാരോ. 1922 അവിടെ എക്സ്കവേഷൻ നടക്കുന്നത്. ഇനി സ്വാതന്ത്ര്യാനന്തരത്തിന് ശേഷം, അതായത് സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കണ്ടെത്തിയ ആദ്യ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? അത് രൂപാർ ആണ്. അതായത് 1947 ശേഷം ആദ്യമായി കണ്ടെത്തിയ ഒരു സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? രൂപാർ ആണ്. ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മൊണ്ടഗോമറി അല്ലെങ്കിൽ സഹിർവാൾ, രണ്ടിലൊന്നാണ്. അവിടെ പേര് മാറിയതാണ്. സഹിർവാൾ എന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ എന്താണ് മൊൺഗോമറി എന്നും ചോദിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്, പേര് മാറിയത് മാത്രമേ ഉള്ളൂ. ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ഏതാണ്? ഹാരപ്പയാണ്. അപ്പൊ പഠിക്കാൻ, ഹാരപ്പ എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മൊൺഗോമറി അഥവാ സഹിർവാൾ ജില്ലയിലാണ് എന്തുള്ളത്? ഹാരപ്പയുള്ളത്. ഇനി ഹാരപ്പയെ ആദ്യമായി ഖനനം ചെയ്ത് പഠിച്ചല്ലോ, ദിയാറാം സാഹിനിയാണ്. ഏത് നദീ തീരത്താണ്? PSCക്കൊക്കെ സ്ഥിരമായിട്ട് പണ്ട് ചോദിക്കുമായിരുന്നു, ഇപ്പൊ അധികം ഇല്ല. എന്നാലും ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം ഏതാണ്? രവിയാണ് കേട്ടോ. ഇതുപോലെ ഓരോ കേന്ദ്രവും തീരങ്ങളും ഉണ്ട്, നമ്മൾ അത്രയും ഡീപ്പായിട്ട് പോകുന്നില്ല. ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം ഏതാണ്? രവി നദീതീരത്താണ് ഹാരപ്പൻ സംസ്കാരം നിലനിർന്നത് കേട്ടോ. ഹാരപ്പ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, അത് ഏത് നദീതീരത്താണ്? രവിയാണ്. മൊത്തത്തിലുള്ള സിവിലൈസേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഇനി പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ, വീണ്ടും പാകിസ്ഥാനാണ്, എവിടെയല്ല, മൊൺഗോമറി അല്ല, സിന്ധ് ആണ്. സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മോഹൻജദാരോയാണ്. മോഹൻജദാരോയാണ്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് മോഹൻജദാരോ. എന്ത്? മോഹൻജദാരോ. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? അത് മോഹൻജദാരോയാണ്. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന പ്രദേശം മോഹൻജദാരോയാണ്. പഠിച്ചു വെക്കുക, ഏതാണ്? മോഹൻജദാരോ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയാണ്. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന പ്രദേശം മോഹൻജദാരോ. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന എവിടെയാണ്? മോഹൻജദാരോ ആണ് കേട്ടോ. അതുപോലെ ഏറ്റവും പഴക്കമുള്ള സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? ഭിരാന. ചോദിക്കാം, ഏറ്റവും പഴക്കമുള്ള നോക്കട്ടെ, മാറിപ്പോകരുതേ. ഏറ്റവും പഴക്കമുള്ള സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ഏത്? ഹരിയാനയിലെ ഭിരാന എന്ന് പറയുന്നത്. ഏറ്റവും വലുതാണെങ്കിൽ ഏതാണ്? റാഗിഗഡിയാണ് കേട്ടോ. മാറിപ്പോകരുത്, രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. പഴക്കമുള്ളതാണെങ്കിൽ അത് ഭിരാന, പക്ഷേ ഏറ്റവും വലുത് ഏതാണ്? റാഗിഗഡിയാണ്. ഏറ്റവും വലുത് ഏതാണ്? ഭിരാന എന്ന് പറയുന്ന പഴക്കമുള്ളതും ഏറ്റവും വലുത് ഏതാണ്? റാഗിഗഡിയാണ്. ഇനി ഏറ്റവും ചെറുത് ഏതാണ്? അൽഹഡിനോ ആണ് കേട്ടോ. അൽഹഡിനോയാണ് ഏറ്റവും ചെറുത്. ഏറ്റവും ചെറുത് അൽഹഡിനോ ആണ്. ഏറ്റവും വലുത് റാഗിഗഡിയാണ്. ഏറ്റവും പഴക്കം ചെന്നത് ഏതാണ്? ഭിരാനയാണ്. ലോത്തൽ എവിടെയാണ്? ഗുജറാത്തിലാണ് ലോത്തൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു സൈറ്റ് ആണ് ലോത്തൽ എന്ന് പറയുന്നത്. അതെവിടെയാണ്? ഗുജറാത്തിലാണ്. സബർമതി നദിക്കും പോഷക നദിയായ ഏതാണ്? ബൊഗാവോയ്ക്കും ഇടയിൽ കണ്ടെത്തിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രം ഏതാണ്? ലോത്തലാണ്. അപ്പൊ സബർമതി എന്ന് പറയുന്നത് നമുക്കറിയാം ഗുജറാത്തിലാണെന്ന് അറിയാലോ സബർമതി. അപ്പൊ സബർമതിക്കും ബൊഗാവോയ്ക്കും ഇടയിൽ എന്താണ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ലോത്തൽ എന്ന് പറയുന്നത്. ഗുജറാത്തിലാണ് ഉള്ളത്. തുറമുഖ നഗരം, നമുക്ക് ഗുജറാത്ത് എന്ന് പറയുമ്പോഴേ അറിയാലോ, പോർട്ട് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ തുറമുഖ നഗരം എന്നറിയപ്പെടുന്ന ഹാരപ്പൻ സംസ്കാരമാണ് ഇത്? ലോത്തൽ. തുറമുഖ നഗരമാണ് തുറമുഖ നഗരം. രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശമാണ് ഏത്? കാലിബംഗൻ. രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന
സിന്ധു നദീതട പ്രദേശമാണ് കാലിബംഗൻ എന്ന് പറയുന്നത്. അപ്പൊ രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്നതാണ് എന്താ? കാലിബംഗൻ. രാജസ്ഥാനിലാണ് കാലിബംഗൻ. ഗുജറാത്ത് ലോഥൽ, രാജസ്ഥാനിൽ എന്ത് വരുന്നു? കാലിബംഗൻ. എന്താണ് കാലിബംഗൻ എന്ന് വെച്ചാൽ വാക്കിന് അർത്ഥം? കറുത്ത വളകൾ. കാലിബംഗൻ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, എന്താണ്? കറുത്ത വളകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിൽ കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ധോളാവീര. നമ്മൾ ഗുജറാത്തില് ലോഥൽ പറഞ്ഞു, അതുപോലെ വേറെ എന്തുണ്ട്? ധോളാവീരം. ലോഥലും എവിടെയാണ്? ധോളാവീര എവിടെ തന്നെയാണ്? ഗുജറാത്തിലാണ്. റാൺ ഓഫ് കച്ചിലാണ്. ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സൈന്ധവ എന്നാണ് കേന്ദ്രമാണ് ധോളാവീര. അതൊരു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇത് ധോളാവീര എന്ന് പറയുന്നത്. ഇനി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾക്കും പൗരാണിക മൂല്യമുള്ള കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിനും ചുമതലപ്പെടുത്തിയ സ്ഥാപനമാണ് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പൊ ഇത് ഇന്ത്യയിൽ പുരാവസ്തു വകുപ്പ് ആരംഭിക്കാൻ മുൻകൈയെടുത്ത വൈസ്രോയി ആരാണ്? പുരാവസ്തു വകുപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കാൻ വേണ്ടി വന്ന വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭുവാണ് അതിന് മുൻകൈ എടുത്തത്. അതുപോലെ തന്നെ ഇതിന്റെ ആദ്യത്തെ ശരി. അപ്പൊ അതില് ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത് ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. കാനിങ് പ്രഭുവാണെന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹാരപ്പൻ, അത് ഇൻഡസ് വാലി സിവിലൈസേഷനെ രണ്ടായിട്ട് തിരിക്കാം. അതായത് ഹാരപ്പ, മോഹൻജദാരോ, ലോഥൽ പോലെയുള്ള നഗരങ്ങളിൽ രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു, രണ്ട് പാർട്ടുകൾ ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ രണ്ട് ഭാഗങ്ങൾ വെച്ചാൽ എന്താണ്? മുകളിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ താഴെ ആരായിരുന്നു? ഈ പറയുന്ന സാധാരണ ജനങ്ങളായിരുന്നു ജീവിച്ചിരുന്നത് കേട്ടോ. അപ്പൊ ലോഥലും മോഹൻജദാരോ, ഹാരപ്പയിലും എന്നുണ്ടായിരുന്നു രണ്ട് ഭാഗങ്ങളായിട്ട് സിറ്റികളെ തിരിച്ചിരുന്നു. ഇനി രാജസ്ഥാനിലെ കാലിബംഗനിൽ നമ്മൾ പറഞ്ഞല്ലോ, കാലിബംഗൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അവിടെ നിലം ഉഴുതു മറിച്ചിരുന്നു. അത് എന്നാ LP-UPക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, UPക്ക് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. അതായത് കാലിബംഗൻ രാജസ്ഥാനില് എന്ത് ചെയ്തിരുന്നു? നിലം ഉഴുതു മറിച്ചിരുന്നു. അതെവിടെയാണ്? കാലിബംഗനിലാണ്. രാജസ്ഥാനിലെ കാലിബംഗനിലാണ് നിലം ഉഴുതു മറിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നത്. അതുപോലെ ലോഥൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ വ്യാപാരം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു ലോഥൽ എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ടിന്നും അതുപോലെ കേത്രികൾ, രാജസ്ഥാനിലെ കേത്രിയിൽ നിന്നും കോപ്പറും കണ്ടെത്തി ഇതിനെ മിക്സ് ചെയ്ത് അവർ എന്ത് യൂസ് ചെയ്തിരുന്നു? ആ കാലഘട്ടത്തിലെ ആൾക്കാർ ബ്രോൺസ് യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ എന്ത് വിളിക്കുന്നത്? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ശരി, നമ്മൾ ഓൾറെഡി പറഞ്ഞതാട്ടോ. ഇനി എന്തുകൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഇല്ലാതെ ആയി പോയത്? ആ ഒരു സംസ്കാരം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയില്ല, ഇല്ലാതെ പോയില്ല. അതെന്തുകൊണ്ടാണ്? ഒന്നുകിൽ ഫ്ലഡ് ആയിരിക്കാം, ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആക്രമണങ്ങളായിരിക്കാം, ഡീഫോറസ്റ്റേഷൻ വഴിയായിരിക്കാം, അഗ്രികൾച്ചർ സെക്ടർ തകർന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എപ്പിഡമിക്സ് കൊണ്ടായിരിക്കാം. പല റീസൺസ് കൊണ്ടായിരിക്കാം എന്ത് 1700 ശേഷം ഈ ഒരു സംസ്കാരം എന്ത് ചെയ്തത്? നഷ്ടപ്പെട്ടു പോയത്. ഇനി നമ്മൾ ഒന്നുകൂടെ ഒരു റിവിഷൻ പോലെ നോക്കുകയാണ്. മെസപ്പൊട്ടേമിയയിൽ ഏത് സ്ക്രിപ്റ്റ് ആണ്? ക്യൂണിഫോം ആണ് അല്ലെ, ഓൾഡസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ എന്താണ്? ഇതെവിടെയാണ്? നമ്മൾ പറഞ്ഞു സുമേറിയയിലാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? ഇതിന്റെ ആകൃതി അത് പ്രീവിയസ് ഇയർ ആണ്. എന്താണ്? വെഡ്ജ് ഷേപ്പ് ആണ് അല്ലെ. ആപ്പിന്റെ ആകൃതിയിലാണ് എന്ത് വരുന്നിരിക്കുന്നത്? നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റ് വരുന്നത് കേട്ടോ. ആപ്പിന്റെ ആകൃതിയിലാണ് ഈ ഒരു സ്ക്രിപ്റ്റ് വരുന്നത്. ഇനി ഈജിപ്തിലാണെങ്കിൽ എന്താണ്? ഹൈറോഗ്ലിഫിക് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വിശുദ്ധമായ എഴുത്ത്, സാക്രഡ് റൈറ്റിംഗ് എന്നാണ് അതിന്റെ മീനിങ്. ഹൈറോഗ്ലിഫിക്കിന്റെ മീനിങ് എന്താണ്? വിശുദ്ധമായ എഴുത്ത്, സാക്രഡ് റൈറ്റിംഗ് എന്നാണ്. ഇത് കണ്ടെത്തിയത്, അതായത് ഈ ഒരു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ വ്യക്തി ആരാണ്? ശംഭോലിയൻ ആണ് കേട്ടോ. ശംഭോലിയൻ ആണ് ആദ്യമായി ഈ സ്ക്രിപ്റ്റ് എന്ത് ചെയ്തത്? വായിച്ചു മനസ്സിലാക്കിയത്. ചൈനീസ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ എന്താണ്? പെക്ടോഗ്രഫിക് ആയിരുന്നു, പിന്നെ അത് മാറ്റങ്ങൾ വരുത്തി എന്നുള്ള നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. സിഗ്രാത്തുകൾ എവിടെയാണ്? മെസപ്പൊട്ടേമിയയിലാണ്. റിവിഷൻ ആണ്. പിരമിഡുകൾ എന്ന് പറയുന്നത് ഈജിപ്തിലാണ്. ഇനി നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ പിരമിഡ് എവിടെയാണ്? ഗിസയിലെ ആര് പണിതതാണ്? കുഫു പണിതതാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗ്രേറ്റ് ബാത്ത് അതെവിടെയാണ് ചോദിക്കുക അല്ലെ. നമുക്ക് ചോദിക്കാം ഗ്രേറ്റ് ബാത്ത് എവിടെയാണ്? മെസപ്പൊട്ടേമിയല്ല, എവിടെയാണ്? നമ്മുടെ മോഹൻജദാരോയിലുണ്ട്. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ട് മോഹൻജദാരോയാണ് എന്ത് വരുന്നത്? ദ ഗ്രേറ്റ് ബാത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ബാത്ത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? മോഹൻജദാരോയിലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ റിവർ വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് വരുന്നത്. അത്യാവശ്യം ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ വരാം. ഒരുപാട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഇതിൽ കടന്നുപോയിട്ടുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യാം? ഇത് പഠിക്കാം. അപ്പോൾ ഇതിന് ശേഷമുള്ള വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കാണാം. താങ്ക് യു.